അത് പറ. ഞാനും മോള് ഒരുമിച്ച് ആവേശം കണ്ടത്. അതിൽ എന്ത് വേഷമായിരുന്നു മോളെ? ഉപനായകൻ. അങ്ങനെയൊന്നുമില്ല, നായകന്റെ ഒരു കൂട്ടുകാരൻ അത്ര. പക്ഷെ എന്റെ കണ്ണ് നിറഞ്ഞുപോയി കേട്ടോ. എന്റെ വേഷം ചെറുതായി പോയത് കൊണ്ടാണോ? ഇത് പഴയ സഹദേവനൊന്നുമല്ല, വലിയ വലിയ റോളുകൾ അഭിനയിക്കുന്ന തിരക്കുള്ള നടനാ. വെറുതെ ചില ചെറിയ വേഷങ്ങളൊക്കെ കിട്ടാറുണ്ട്. എന്നെങ്കിലും ഒരു നല്ല വേഷം കിട്ടുമെന്ന പ്രതീക്ഷയിൽ മദ്രാസിൽ അങ്ങനെ തങ്ങുന്നു. നൊങ്കുമ്പക്കത്തെ ലാഡ്ജിൽ. என்னம்மா மலையாளம் தெரிஞ்சதுமா? என்ன வேணும்னு சொல்லுங்க. மலையாளத்தில் இருந்து மதராசியில் வந்த சினிமா நடிக்கிற சகதேவன் இருக்கா? சகாதேவனா? டே பையா, ரூம் நம்பர் 16ல ஆள் இருக்கா பாரு. ஒரு அம்மா தேடி வந்திருக்காங்க, வர சொல்லு. நீங்க அப்படி போய் கொஞ்சம் உட்காருங்கம்மா. നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? അന്നൊരു ദിവസം കുറുപ്പിനോടൊന്നിച്ച്. ഓ, ഇപ്പോഴോർക്കും. ക്ഷമിക്കണം, ഇരിക്കും. വിശേഷിച്ച് മദ്രാസിയിൽ വന്നാൽ സിനിമയിൽ റോള് വാങ്ങിച്ചു തരാമെന്ന് കുറുപ്പ് പറഞ്ഞിരുന്നു. അതിന് വന്നതാ. ഈ പ്രായത്തിൽ ഇനി സിനിമാഭിനയം വേണോ? അയ്യോ, എനിക്കല്ല, മോൾക്ക, ശാന്തമ്മയ്ക്ക്. അവരച്ഛനും മോള് ലോഡ്ജിലുണ്ട്. ഞാൻ കുറുപ്പിനെ അന്വേഷിച്ചിറങ്ങിയതാ. അയാൾ എവിടെയാ താമസം? അയാൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അയാൾ എന്റെ അടുത്ത പരിചയക്കാരൊന്നുമല്ല. അന്നൊരിക്കൽ യാദർച്ഛ്യമായിട്ട് നാട്ടി വെച്ച് കണ്ടു. നിർബന്ധമായിട്ട് വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നേ ഉള്ളൂ. അയാൾ ഇപ്പൊ ജയിലില്ല. ജയിലിലോ? അയാൾ പെൺവാണിപ്പക്കാരുടെ ഏജന്റാണത്രേ. ഏതോ കേസ് പിടിച്ചു. ചതിച്ചോ ദൈവമേ? ഏതായാലും ചതിച്ചില്ല. ഇവിടെ വന്ന് അയാളുടെ പിടിയിൽ പെടാതിരുന്നത് ഭാഗ്യം. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ? ഒന്നും ആലോചിക്കാനില്ല. വേഗം നാട്ടിലെത്താൻ നോക്കാം. അയ്യോ, അങ്ങനെ പറയരുത്. പെണ്ണിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ വന്നു പോയില്ലേ. അതിരിക്കട്ടെ, ചായ പറയട്ടെ. എനിക്കൊന്നും വേണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതി. അത് നന്നായി. എന്റെ കാര്യം തന്നെ ഇവിടെ ജാമ്യത്തില. നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിനിമ പിടിക്കുന്ന ആരെങ്കിലും ഒക്കെ കണ്ടു നോക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ ഫലിച്ചേക്കാം. ഞങ്ങളെ അവരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടെ? ആ കാര്യം മാത്രം എന്നോട് പറയണ്ട. പെണ്ണുങ്ങളെ പരിചയപ്പെടുത്താൻ നടത്തുന്ന ഏർപ്പാട് എനിക്കിഷ്ടമല്ല. ഞാൻ വേണമെങ്കിൽ കുറെ പ്രൊഡ്യൂസർമാരുടെയും ഡയറക്ടർമാരുടെയും അഡ്രസ് തരാം. നിങ്ങൾ തന്നെ ഒന്ന് സമീപിച്ചു നോക്ക്. എന്താ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടെന്നാ? നാട്ടിൽ നിന്നാ. വന്നിട്ട് 2-3 ദിവസമായി. കാര്യം പറയൂ. സാറിന്റെ പുതിയ പടത്തിൽ ഒരു വേഷം കിട്ടിയാൽ. ആർക്ക്? എന്റെ മോൾക്ക്. അതിപ്പോ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറൊക്കെ വിചാരിച്ചാലേ നടക്കും. സാറ് പറഞ്ഞ അവര് കേൾക്കും. എന്നാര് പറഞ്ഞു? എല്ലാരും പറയുന്നു. ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഫോട്ടോയോ? ആ, ഫോട്ടോ, പടം. അത് കാണാതെ ഒന്നും പറയാൻ പറ്റില്ല. 2-3 ദിവസത്തിൽ പടമൊക്കെ എടുത്ത് അതുമായി പ്രൊഡ്യൂസറെ ചെന്ന് കാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, ഒന്ന് കാണട്ടെ. ഡാൻസ് അറിയാം? അറിയാം. ഡാൻസിന് ഇവൾക്ക് ഒത്തിരി സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഓഹോ. ആ കാലൊന്ന് കാണട്ടെ. സിനിമയിൽ ഡാൻസ് ചെയ്യുന്ന കാലുകൾക്ക് നല്ല ഭംഗി വേണം. ആ, തരക്കേടില്ലെന്ന് തോന്നുന്നു. ആട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന വേഷത്തിന് പറ്റുമോ? ആ, ഒപ്പിക്കാം. ഏത് വേഷവും എന്റെ മോൾ അഭിനയിക്കും. ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്ത. അതൊക്കെ ഡയറക്ടർ വന്നിട്ട് മതി. ഞങ്ങൾ പ്രൊഡ്യൂസർമാരല്ലേ, ഞങ്ങൾക്ക് ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല. പിന്നെ ചാൻസ് തന്ന ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം തരും? ഞങ്ങള് പാവങ്ങളാ. പറയുന്നത് മുഴുവനും കേൾക്കൂ. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങളും ചെയ്യണം. അതെ, നിങ്ങളുടെ സഹായത്തിനാണ് മുതൽ മുടക്കമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സാരമില്ലെന്നേ, മകൾ കരപറ്റുന്നവരെ ഒന്ന് കണ്ണടച്ച് കളയണം, അത്ര തന്നെ. ഇതൊക്കെ ഇവിടുത്തെ ഒരു ചടങ്ങാ, അല്ലാതെ പുതിയ കാര്യമൊന്നുമല്ല. എന്തു പറയുന്നു? போக மோளே. இந்த பர்மா புதுமுகங்களை போட்டு பரிச்சை பண்ண நாங்க தயாரா இல்ல. நான் பணம் இன்வெஸ்ட் பண்றது பணம் சம்பாதிக்கிறதுக்கு தான். இந்த கலையாவது மண்ணாங்கட்டியாவது எனக்கு தேவை பணம். ഇങ്ങനെ പറഞ്ഞാ പുതുമുഖങ്ങൾക്ക് ഒന്ന് കടന്നു വരണ്ടേ മുതലാളി? அதுக்கு வேற ஆள் இருக்காங்க. படம் எடுத்து முடிக்கிறதுக்கு கூட அவார்டு கிடைக்கிறதுக்கு சில சிலிம்ஷம் பண்ணுவாங்க. அதுக்கு அவங்களுக்கு திறமையும் இருக்கு. நீங்க அப்படிப்பட்டவங்களை பாருங்க. நான் பழைய ஆளுகளை போட்டு ஏதாவது 2 சண்டை குளிக்கிற சீன் வச்சு காசு சம்பாதிக்கலாம்னு பாக்குறேன். നീ പെരിയ സ്റ്റാറാണത് വാ. അപ്പൊ എന്നാലും നമുക്ക് ഊട്ടിലെ വർക്ക് തീർക്കാം, നേരത്തെ തീർക്കാം. അപ്പൊ സോങ്ങിനെ പറ്റി ഊട്ടിയിൽ എടുക്കേണ്ടത് നമുക്കിപ്പോ ഡേറ്റിൽ നമുക്ക് ഇവിടെ മദ്രാസ് അങ്ങനെ ചെയ്യാലോ. അത് ശരി, ചെല്ലാൻ പറഞ്ഞു.
സാർ. ചാൻസിലല്ലേ? അതെ, എന്റെ മകളാ ശാന്തമ്മ. അതിന് ഞാൻ മാത്രം പറയണോ? ചേട്ടാ, നാട്ടിൽ നിന്നെന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് പകരം സിനിമ എന്ന് പറഞ്ഞ് മദ്രാസിലേക്ക് വന്നേക്കും. വരുന്നവർക്കല്ലേ ഇവിടെ സിനിമ തുറന്നു വെച്ചോണ്ടിരിക്കുകയാണോ? പോണം, എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്. നിങ്ങൾ എവിടെ താമസം? പീപ്പിൾസ് ലോഡ്ജിലാ. ഡയറക്ടറെ ആള് മഹാശുദ്ധനാ, പക്ഷെ ജോലി ചെയ്യുമ്പോ ഭയങ്കര ചൂടാ. തണുത്തിരിക്കുമ്പോ പോയി കണ്ടാ മതി, ചാൻസ് തരും. ഞാനും പറയാം. നമ്മളാരാ? ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പോൾരാജ് എന്ന് പറയും. ഞങ്ങൾക്കിവിടെ പരിചയക്കാരും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയൂ. പറയാന്ന് പറഞ്ഞല്ലോ. വേറെ എവിടെങ്കിലും കൂടി ചാൻസ് ഉണ്ടാക്കി തരാമോ നോക്കട്ടെ. വലിയ ഉപകാരം. പീപ്പിൾസ് ലോഡ്ജിൽ ഏതാ റൂം നമ്പർ? 16. കുട്ടിയുടെ പേരെന്താ? ശാന്തമ്മ. എനിക്കിത് വരണവടി, നിന്റെയൊക്കെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ തൊഴിക്കണം. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നായി പറയുന്നത്? എന്ത് പറ്റിയെന്ന്? നീ കാലത്തെ പെണ്ണിനെ കൊണ്ട് തെണ്ടാനിറങ്ങി, ഞാൻ ഈ മുറിയിൽ ഒറ്റയ്ക്കിരിക്കണ്ടേ? നിങ്ങളെ കൊണ്ട് കൊള്ളാമായിരുന്നെങ്കിൽ ഞാൻ ഈ നടപ്പ് നടക്കണോ? നിങ്ങൾ പോയാ പോരെ. ഓ, ഇനി എന്നെ ഇറക്കാനുള്ള ശ്രമമാണല്ലേ? അത് കാണുന്നത് തന്നെ. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഭാഷ അറിയാമോ? ഇതൊന്നുമില്ല. കാണാറയത്ത് വന്നിരുന്ന് സിനിമ കണ്ടെന്നു. കുറെ ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം, അല്ലാതെ ഒന്നും കയറി പറ്റാൻ കഴിയില്ല. എന്തായാലും ഇനി എനിക്ക് വയ്യ. വെളുക്കുമ്പോ മുതലുള്ള ഈ നടപ്പ് നാണക്കേട്. ഒരു കര പറ്റുന്നത് വരെ കുറെ നാണക്കേടൊക്കെ സഹിക്കണം. അന്നേ ഞാൻ എതിരായിരുന്നു. നീ കേട്ട മോളെ, ഇവൾ എന്നെ അനുസരിച്ചില്ല, കുറുപ്പിനെ അനുസരിച്ചു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നമുക്കിനി സിനിമയൊന്നും വേണ്ടമ്മേ. എങ്ങനെയെങ്കിലും നാട് പിടിച്ചാൽ മതി. നാട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാലേ ടിക്കറ്റ് വാങ്ങാൻ പൈസ വേണ്ടേ? മുറിവാട കൊടുക്കാനുള്ള പണമേ ബാക്കിയുള്ളൂ. 3 ടിക്കറ്റ് വാങ്ങാനുള്ള പൈസ എന്റെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. 4 പവന്റെ ഒരു മാല ഉണ്ടായിരുന്നതും വിറ്റ് കൊലച്ചു. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? താനുണ്ടാക്കി തന്നൊന്നും അല്ലല്ലോ. ആയിക്കോട്ടെ, അത് നിന്റെ വീട്ടുകാർക്ക് തന്നെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത് വിറ്റ് ചുട്ട് വണ്ടിക്കാർക്കും ഹോട്ടലുകാർക്കും കൊടുക്കണമായിരുന്നു വിശാലാക്ഷി. മുറിവാടക വാങ്ങാൻ വന്നതായിരിക്കും. നമസ്കാരം. മനസ്സിലായില്ലേ? വരൂ വരൂ. കേട്ടോ ചേച്ചി, ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ. ഇദ്ദേഹം ആരാ? ശാന്തമ്മയുടെ അച്ഛനാ. നമ്മളാരാ? അത് സൗകര്യം പോലെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. കേട്ടോ ചേച്ചി, ഒരു പുതിയ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു സബ്ജക്ട് കയ്യിലുണ്ട്, ഫസ്റ്റ് ക്ലാസ്. പടം ഞാൻ തന്നെ ഡയറക്ട് ചെയ്യണമെന്ന് പുള്ളിക്കാരിൽ നിർബന്ധം. ഞാൻ സമ്മതിച്ചു. പടത്തിലെ ഹീറോയിൻ ആരാ? ആരാ? ശാന്തമ്മ. കണ്ടത് മുതലേ ശാന്തമ്മ എന്റെ മനസ്സിലുണ്ടായിരുന്നു. കഥ കൂടെ വായിച്ചു കഴിഞ്ഞപ്പോ ഹീറോയിൻ ശാന്തമ്മ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. എന്താ സന്തോഷമായി? അയ്യോ, എന്ത് ചോദ്യമാണിത്. കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. വേറൊരു കാര്യം, ഈ ഷൂട്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഒരു 3 മാസം താമസമുണ്ട്. അതുവരെ ഈ ഹോട്ടൽ വീട്ടിൽ താമസിക്കണമെന്നുണ്ടോ? അല്ലാതെ പിന്നെ എവിടാ താമസിക്കുന്നത്? അപ്പൊ കോടമ്പാക്കം കോട്ടയിലേക്ക് മാറാം. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ കുടിലെന്ന് പറയുന്നത് കോടമ്പാക്കത്ത് കോട്ടാച്ച. അപ്പൊ താമസം കോടമ്പാക്കം കോട്ടയിലാണെന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ വന്ന് താമസിക്കുന്നു എന്നർത്ഥം. ടിക്കറ്റിനുള്ള കാശ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിപ്പോ ഇവിടെ എഴുന്നള്ളിക്കണോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, വീടിന് അഡ്വാൻസ് വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? അതാണ്. അത് സാരമില്ല, അഡ്വാൻസ് കൊടുത്ത് കോട്ടയിലുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. എന്റെ പടത്തിലെ ആദ്യത്തെ ഹീറോയിൻ അല്ലേ?